നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവി ഇന്റർ മയാമിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-3 ഗോളുകൾക്കാണ് സ്വന്തം മൈതാനത്ത് അറ്റ്ലാന്റ യുണൈറ്റഡിനോട് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിൽ അറ്റ്ലാന്റ യുണൈറ്റഡ് തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. 23 ഷോട്ടുകളാണ് അവർ മത്സരത്തിൽ ആകെ ഉതിർത്തിട്ടുള്ളത്. ഇന്റർ മയാമിയുടെ ഏക ഗോൾ അത് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വകയായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒരു നിലം പറ്റയുള്ള ഷോട്ടിലൂടെയാണ് ലയണൽ മെസ്സി ഈ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. മെസ്സി ഗോളടിച്ചിട്ടും അദ്ദേഹത്തിന്റെ ടീം പരാജയപ്പെടുക എന്നുള്ളത് അത് വല്ലപ്പോഴും സംഭവിക്കുന്ന, അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 2022 ശേഷം ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഖത്തർ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന സൗദി അറേബ്യയോട് പരാജയപ്പെട്ടിരുന്നു. ആ മത്സരത്തിൽ മെസ്സി ഒരു ഗോൾ നേടിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ടീം പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇതാദ്യമായിക്കൊണ്ടാണ് മെസ്സി ഗോൾ അടിച്ചിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടീം പരാജയപ്പെടുന്നത്. ക്ലബിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 2021 ബാഴ്സ സെൽറ്റ വിഗോയോട് പരാജയപ്പെട്ടിരുന്നു. ആ മത്സരത്തിൽ മെസ്സി ഗോൾ അടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആദ്യമായാണ് മെസ്സി ഗോൾ നേടിയിട്ടും അദ്ദേഹത്തിന്റെ ക്ലബ്ബ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. തോൽവി രുചിച്ചുവെങ്കിലും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്റർ മയാമി തന്നെയാണ്. 17 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റ് അവർക്കുണ്ട്. അതേസമയം ലയണൽ മെസ്സി ഈ സീസണിലെ തന്റെ മാസ്മരിക പ്രകടനം ഇപ്പോഴും തുടരുകയാണ്. എല്ലാ കോമ്പറ്റീഷനിലുമായി 13 മത്സരങ്ങൾ കളിച്ച മെസ്സി 23 ഗോൾ പങ്കാളിത്തങ്ങൾ നേടിക്കഴിഞ്ഞു. 11 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് ഈ സീസണിലെ മെസ്സിയുടെ ആകെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.